ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗ താഴേക്ക് തന്റെ മൊബൈൽ ഫോൺ എടുക്കുവാനായി പോവുകയും ഫ്രീക്കിയെ ബാസ്കറ്റിനുള്ളിൽ കിടത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഗംഗ ഇറങ്ങി പോകുന്നത് കണ്ട് സംശയത്തോടെ ഹൈമവതിയും ദേവയാനിയും ശ്രേയും കൂടി താഴേക്ക് എത്തുന്നു. ഈ സമയത്ത് കിച്ചണിലിരുന്ന തന്റെ മൊബൈൽ ഫോൺ എടുത്ത് ഗംഗ മഹിയുടെ ഫോണിലേക്ക് വിളിച്ചു. മഹി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗംഗ മഹിയോട് പറഞ്ഞു, മഹിയേട്ട, ഫ്രീക്കിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഫ്രീക്ക് കുറച്ചു നേരമായി വല്ലാതെ കരയുകയാണ്. ഫ്രീക്കിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് അറിയിച്ചത് കേട്ട് മഹി പറഞ്ഞു, അതിനെന്താ, ഞാൻ ഈ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഗംഗ റെഡിയായി നിന്നോളൂ, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ മഹി ഫോൺ വെക്കുന്നു. മഹി ഉടനെ തന്നെ അവിടേക്ക് വരുമെന്ന് അറിഞ്ഞതോടെ ഗംഗ വേഗം റെഡിയാക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ ദേവയാനിയോടും കൈമോദിയോടും പറഞ്ഞു, അതെ, മഹിയേട്ടൻ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഉടനെ തന്നെ മഹിയേട്ടൻ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്നെയും ഫ്രീക്കിയെയും കൂട്ടിക്കൊണ്ടു പോകാനായി ഞാൻ വേഗം പോയി റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് ഗംഗ വേഗം അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഗംഗ അവിടെ നിന്ന് പോകുന്നത് കണ്ട് ഹൈമവതി ആകെ ദേഷ്യത്തോടെ ദേവയാനിയോട് പറഞ്ഞു, കണ്ടില്ലേ നാത്തൂനെ, അവൾ കാണിക്കുന്നത് ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ മഹിയെ വിളിച്ച് അവൾ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചതും മഹിക്ക് തന്റെ ഭാര്യ തനിച്ചു പോകുന്നതിൽ ഇത്രയേറെ വിഷമമാണല്ലോ, അത്രയേറെ അസൂയയും വിഷമവും ഒക്കെ മഹിക്കുണ്ടല്ലോ. മഹിയുടെ ഭാര്യയാണല്ലോ ഗംഗ, അല്ലെ എന്നൊക്കെ ഹൈമോദി പറയുന്നത് കേട്ട് ദേവയാനി പറഞ്ഞു, അവളുടെ മിടുക്ക, ആ ഗംഗയുടെ മിടുക്ക ഇതെല്ലാം. അവളുടെ സാരത്തുമ്പിലെ കുഞ്ഞിരാമനാക്കി മാറ്റിയിരിക്കുകയാണ് എന്റെ മോനെ എന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യത്തോടെ നിൽക്കുമ്പോ ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ശ്രേയ പറഞ്ഞു, എന്തായാലും ആന്റി, എന്റെ നീക്കങ്ങൾ കൃത്യമായി തന്നെ നടപ്പിലായെങ്കിലും ഇനി അവളെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നുള്ള വിവരം ഞാൻ രാഹുലിനെ വിളിച്ചു പറയട്ടെ. വെറുതെ അവൻ ആ വെയിലത്ത് കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ വേഗം രാഹുലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. രാഹുൽ കോൾ അറ്റൻഡ് ചെയ്തത് എന്തായി ശ്രേയ, അവൾ അവിടെ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അവൾ ഇവിടെ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു, പക്ഷെ നമ്മുടെ പ്ലാൻ നടപ്പിലാവില്ല രാഹുൽ, നീ പോരെ എന്ന് പറഞ്ഞു. അത് കേട്ട രാഹുൽ ചോദിച്ചു, അതെന്താ നമ്മുടെ പ്ലാൻ നടപ്പിലാകാത്തത്, നിനക്ക് അവളെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, അതൊക്കെ സാധിച്ചു, അവളിതാ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും, പക്ഷെ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ മഹിയേട്ടൻ ഇപ്പൊ ഇങ്ങെത്തും. അതാ ഞാൻ പറഞ്ഞത്, മഹിയേട്ടൻ അവളുടെ കൂടെ ഉണ്ടാകും, അപ്പൊ പിന്നെ നമ്മുടെ പ്ലാൻ നടപ്പിലാവില്ല എന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, മഹിയെ അവളുടെ അരികിൽ നിന്ന് മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അവരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോട്ടെ, മടങ്ങി വരുമ്പോ മഹി അവളുടെ കൂടെ ഉണ്ടാകാതിരുന്നാ പോരെ, അതിന് വേണ്ട വഴിയൊക്കെ എനിക്കറിയാം. എന്തായാലും ശ്രേയ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അവരവിടുന്ന് പുറപ്പെട്ട് കഴിയുമ്പോൾ നീ എന്നോട് വ്യക്തമായി വിവരം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശ്രേയ ചോദിച്ചു, രാഹുൽ നീ എന്ത് ചെയ്യുമെന്നാ എന്ന് പറഞ്ഞതും, അവളെ തനിച്ചാക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനുള്ള കളികളൊക്കെ എനിക്കറിയാം. എന്തായാലും നമ്മുടെ ഈ പ്ലാൻ അങ്ങനെ അങ്ങ് നമ്മൾ കളയാൻ പോകുന്നില്ല, ഇത് നമ്മൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ആക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ശ്രേയയ്ക്ക് വലിയ സന്തോഷമായി. എന്നാ ഓൾ ദ ബെസ്റ്റ് രാഹുൽ, നിനക്കും എനിക്കും എന്ന് പറഞ്ഞതും ശരി, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് രാഹുൽ ഫോൺ വെക്കുന്നു. രാഹുലും ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഗംഗ പുറത്തേക്ക് പോകുന്നത് കാണാനായി കാത്തു നിൽക്കുകയാണ് ശ്രേയ. അപ്പോഴേക്കും ഗംഗ റെഡിയായി ഫ്രീക്കിയുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹൈമവതിയും ദേവയാനിയും പറഞ്ഞു, അതെ, ഇനി അധിക നേരം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ മിണ്ടാപ്രാണിയാണെങ്കിലും അതിന്റെ കരച്ചിൽ കേട്ടു നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ദേവയാനി ആ ഫ്രീക്കിയുമായി വേഗം പോകാനായി ഗംഗയോട് പറഞ്ഞു. ഇതാ മഹിയേട്ടൻ എത്തി ആന്റി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗംഗ വേഗം മഹി കാറുമായി വന്ന് നിൽക്കുന്നത് കണ്ടതോടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗംഗ പോകുന്നത് കണ്ടതോടെ അവർക്കും ആകെ ദേഷ്യമാകുന്നു. ശ്രേയയും ദേവയാനിയുടെയും ഹൈമൂരുടെയും അരികിലേക്ക് ഓടിയെത്തി. മഹി വേഗം തന്നെ ഗംഗയോട് പറഞ്ഞു, ഗംഗ വണ്ടിയിൽ കയറ്, എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഫ്രീക്കിയുമായി വേഗം കാറിൽ കയറി അവിടുന്ന് പുറപ്പെട്ടു. ശ്രേയ ഇതിനോടകം തന്നെ രാഹുലിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. മഹിയേട്ടൻ ഗംഗയുമായി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് മഹിയോട് ഗംഗ പറഞ്ഞു, അതെ, കുറെ നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, മാളു പോയതിനു ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചു മുമ്പാണ് വീണ്ടും കരച്ചിൽ തുടങ്ങിയത്. എന്താ കാര്യം എന്നറിയില്ല, നിർത്താതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാളുവിന് വരുമ്പോ ആകെ സങ്കടമാവും, ശ്രീക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ മാളുവിന് വല്ലാത്ത വിഷമാവും. മാളു എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗംഗ ആകെ സങ്കടപ്പെടുമ്പോ മഹി പറഞ്ഞു, വിഷമിക്കാതെ ഗംഗെ, എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയല്ലേ, നമുക്ക് അപ്പൊ ഫ്രീക്ക് ഹോസ്പിറ്റലിൽ കാട്ടി കഴിയുമ്പോ അറിയാവല്ലോ എന്താ പ്രശ്നമെന്ന്, അതുകൊണ്ട് ഡോക്ടറെ അടുത്തേക്കല്ലേ പോകുന്നത്, ടെൻഷൻ ആവാതെ ഗംഗെ എന്ന് പറഞ്ഞ് ഗംഗയെ സമാധാനിപ്പിച്ച് മഹി ഗംഗയുമായി ആ ഫ്രീക്കിയെ ഡോക്ടറെ കാണിക്കുവാനായി വേഗം പുറപ്പെട്ടു. അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും ഡോക്ടർ വേഗം ഫ്രീക്കിയെ പരിശോധിച്ചതും ഫ്രീക്കിയുടെ ദേഹത്ത് എവിടെയാണ് വേദനയെന്ന് ഡോക്ടർ പെട്ടെന്ന് തന്റെ എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ നോക്കുമ്പോൾ അവസാനം ഫ്രീക്കിക്ക് വേദന എടുത്ത ഭാഗത്ത് നിന്ന് ഒരു സൂചി പുറത്തേക്ക് എടുത്തു. ആ സൂചി കണ്ടതും ഉടനെ തന്നെ ഗംഗയും മഹിയും അതിശയിച്ചു. ഉടനെ ഡോക്ടർ ചോദിച്ചു, അല്ല
ഫ്രീക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയോ, എങ്ങോട്ടെങ്കിലും വിട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല, മറ്റൊരു വീട്ടിലും വിട്ടില്ല. ഇനി ഹാളിൽ നിന്ന് കളിച്ചപ്പോഴെങ്ങാനും വല്ലതും കയറിയതായിരിക്കോ എന്ന് മഹി സംശയത്തോടെ ചോദിച്ചതും ഡോക്ടർ പറഞ്ഞു, ഇതങ്ങനെ കുത്തി കയറിയതാവാൻ വഴിയില്ല, ഇതാരോ മനഃപൂർവ്വം ദേഹത്ത് കുത്തി കയറ്റിയതുപോലെയുണ്ട് എന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും വീട്ടിൽ കളിക്കാൻ പോയിരുന്നോ ഫ്രീക്ക് എന്ന് ചോദിച്ചതും ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു എന്നറിയിച്ചു. എന്തായാലും സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ഫ്രീക്കിയെ വേഗം ഗംഗയുടെ കയ്യിലേക്ക് ഡോക്ടർ വീണ്ടും കൈമാറി. ഫ്രീക്കിയെ എടുത്തുകൊണ്ട് ഗംഗയും മഹിയും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു. കാറിൽ തിരിച്ചു പോകുന്ന സമയത്ത് മഹിയും ഗംഗയും കൂടി തിരിച്ച് കാറിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ രാഹുലും മറ്റു 2 ഗുണ്ടകളും കൂടി വഴിയിൽ കാത്തുനിന്നു. അതുപോലെ തന്നെ രാഹുലും ഗുണ്ടകളും കാത്തു നിൽക്കുന്നതോടൊപ്പം മഹിയുടെ വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധയോടെ രാഹുൽ പറഞ്ഞനുസരിച്ച് ആള് രാമചന്ദ്രൻ കൃത്യമായി തന്നെ ആ പണി നടപ്പിലാക്കുന്നതിന് വേണ്ടി അള്ളുമായി വഴിയിൽ കാത്തുനിന്നു. ആ സമയം രാഹുൽ തന്റെ അരികിൽ നിന്ന് കാറ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞ ഉടനെ രാഹുൽ വേഗം അള്ള് രാമചന്ദ്രനെ വിളിച്ച് വിവരം അറിയിച്ചു. ശരി, ഞാൻ ഇപ്പോൾ തന്നെ റെഡിയാക്കാം സർ എന്ന് പറഞ്ഞ് അയാൾ വേഗം ഒരള്ളുമായി കാത്തിരിക്കുന്നു. അപ്പോഴാണ് മഹിയുടെ കാറ് വരുന്നത് അയാൾ കണ്ടത്. കൃത്യമായി തന്നെ ആ കാറിൽ ആ അള്ള് കയറുന്നതിന് വേണ്ടി വഴിയിലേക്ക് അള്ളിട്ടിട്ട് അയാൾ കാത്തിരുന്നത് മഹിയുടെ ടയർ കൃത്യം തന്നെ ആ അള്ളിൽ ചെന്ന് കയറുകയും ടയർ പഞ്ചറാവുകയും ചെയ്തു. അതോടെ അയാൾക്ക് സന്തോഷമായി. ഈ സമയത്ത് ഗംഗ മഹിയോട് ചോദിച്ചു, എന്താ മഹിയേട്ടാ, എന്താ പറ്റിയത്? അല്ല, എന്തോ പ്രശ്നമുണ്ട്, ടയറില് കാറ്റ് കുറവാണെന്നറിയില്ല, ഇനി അതോ പഞ്ചർ ആയതാണെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് മഹിയാകെ ടെൻഷനോടെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ രാഹുലിനോട് മറ്റ് ഗുണ്ടകൾ ചോദിച്ചു, എന്തായി കാണും സാറേ, എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവുമോ എന്ന് അവർ സംശയിക്കുമ്പോൾ ഓക്കെ ആയിട്ടുണ്ടാകാനാണ് സാധ്യത, എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് രാഹുൽ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ രാഹുലിന്റെ ഫോണിലേക്ക് അള്ള രാമേശ്വരനും വിളിച്ചു. അയാളുടെ കോൾ എടുത്തതും രാഹുൽ ചോദിച്ചു, എന്തായടാ വണ്ടി നിർത്തിയോ എന്ന് ചോദിച്ചതും വണ്ടി നിർത്തി സാറേ, അള്ള കൃത്യമായി തന്നെ കയറുകയും ചെയ്തു, അവർ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതും ഓക്കെ, എനിക്ക് ഇത് മതി, ഇത്രയും മാത്രം ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാൻ ഇട്ടു എന്ന് പറഞ്ഞ് വേഗം രാഹുൽ ഫോൺ വെച്ചു. അതിനുശേഷം അവിടെ ഓട്ടോയുമായി റെഡിയായി നിൽക്കുന്ന ഗുണ്ടയോട് വേഗം നീ അതുവഴി പോകാനായി രാഹുൽ അറിയിച്ചു. ശരി സർ എന്ന് പറഞ്ഞ് അയാൾ ഓട്ടോയോ എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് മഹി കാറിൽ നിന്നിറങ്ങി വണ്ടിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാനായി ടയറിലേക്ക് നോക്കിയതും ടയർ പഞ്ചറായത് കണ്ടതോടെ മഹിക്കാകെ ടെൻഷനായി. ഇനിയിപ്പോ വർക്ക്ഷോപ്പിൽ ചെന്ന് ടയർ മാറ്റിയിട്ടിട്ടേ കാര്യം എന്തെങ്കിലും സാധിക്കുകയുള്ളൂ, അത് മാത്രമല്ല ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോന്നും അറിയില്ല, എന്തായാലും ഗംഗ ഒരു കാര്യം ചെയ്യേ, ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ ഞാൻ ഗംഗയെ കയറ്റി വിടാം, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, അതിനെന്താ മഹിയേട്ടാ നമുക്ക് കാർ നന്നാക്കിയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് പോയാൽ മതിയല്ലോ, ഞാൻ നേരത്തെ പോണെന്ന് എന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചപ്പോ മഹിയേട്ടൻ അതുവരെ തനിച്ചിവിടെ നിൽക്കണ്ടേ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും മഹി പറഞ്ഞു, അത് സാരയില്ല ഗംഗ, കാര്യം ഫ്രീക്കും വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഫ്രീക്കും കൂടിയും വേഗം പോയി റെസ്റ്റ് എടുക്കാവല്ലോ, ഗംഗയ്ക്കും ഫ്രീക്കും കൂടി പോകാവല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ അതുവഴി ഒരു ഓട്ടോ വരുന്നത് മഹി കണ്ടു. മഹി പറഞ്ഞു, ഇതാ ഒരു ഓട്ടോ വരുന്നുണ്ട്, ഗംഗ ഓട്ടോയിൽ കയറിക്കോ എന്ന് പറഞ്ഞതും ഗംഗ ഓട്ടോയിൽ കയറാൻ മടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോൾ മഹി പറഞ്ഞു, സാരമില്ല ഗംഗ, കയറിക്കോ, പ്രശ്നമില്ല, ഞാൻ അങ്ങ് വിളിച്ചോളാം എന്ന് പറഞ്ഞ് മഹി ഗംഗയോട് ഓട്ടോയിൽ കയറാനായി അറിയിച്ചു. ഓട്ടോക്കാരനോട് ഏത് റൂട്ടാ പോകേണ്ടതെന്നും എവിടെയാ വീടെന്നും കൃത്യമായി മഹി പറഞ്ഞു കൊടുക്കുകയും മഹി ഗംഗയോട് കയറിക്കോളാനായി പറഞ്ഞത് ഗംഗ പറഞ്ഞു, മഹിയേട്ടാ എന്റെ പേഴ്സ് എടുത്തു തന്നില്ല എന്ന് പറഞ്ഞതും മഹി വേഗം കാറിലിരുന്ന ഗംഗയുടെ പേഴ്സ് എടുത്ത് ഗംഗയ്ക്ക് നൽകുന്നു. ശരി എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചതിന് ശേഷം മഹി കാർ നന്നാക്കാനായി കാത്തുനിന്നു. അങ്ങനെ ഒരു മെക്കാനിക്കിനെ എത്രയും വേഗം കണ്ടെത്തുന്നതിന്റെ കാര്യം ഓർത്ത് മഹി എന്ത് ചെയ്യുന്നോർത്താകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ മഹി പറഞ്ഞു കൊടുത്ത ആ റൂട്ടിൽ ഓട്ടോ പോകാതെ മറ്റേതോ റൂട്ടിലൂടെ ഓട്ടോ പോകുന്നത് ഗംഗ ശ്രദ്ധിച്ചു. ഉടനെ തന്നെ ഗംഗ പറഞ്ഞു, അതെ ചേട്ടാ, ഈ വഴിയല്ല പോകേണ്ടത്, ഇത് വേറെ വഴിയാണല്ലോ എന്ന് ചോദിച്ചിട്ടും അയാൾ പറഞ്ഞു, നമ്മൾ സാധാരണ പോകുന്ന വഴിയിൽ വഴിപ്പണി നടക്കുവാണ് മാഡം, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി പോകുന്നത്, ഇപ്പം കൃത്യമായിട്ട് നമ്മൾ ചെന്നെത്തും മാഡം, മാഡത്തിന് എത്തേണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ എത്തും എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴേക്കും ഗംഗയ്ക്കാകെ സംശയമായി. ഗംഗ പറഞ്ഞു, അതെ വേണ്ട, നിങ്ങൾ വണ്ടി നിർത്തിക്കേ, ഞങ്ങൾ ഇറങ്ങിക്കോളാം. ഗംഗയ്ക്ക് അപ്പോഴേക്കും ആകെ സംശയമായി, ഇതിലെന്തോ ചതിയുണ്ടല്ലോ എന്ന് ഗംഗ ആലോചിച്ചിട്ടും ആ ഓട്ടോക്കാരന്റെ പിന്നാലെ കൃത്യമായി തന്നെ രാഹുലും തന്റെ കാറുമായി വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് ശ്രേയ ആ ഗുരുവമ്മയുടെ ശിഷ്യയുടെ അരികിലെത്തി ഗൗരിയുടെ ആത്മാവിനെ വീണ്ടും തളച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഹോമങ്ങളും പൂജകളും ഒക്കെ നടത്തുന്നു. അപ്പോഴേക്കും ഗംഗയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇയാൾ മനഃപൂർവ്വം തന്നെ എവിടേക്കോ കൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലായതോടെ ഗംഗ പറഞ്ഞു, ചേട്ടാ വണ്ടി ഇവിടെ നിർത്ത, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, മിണ്ടാതിരിക്കുക പിന്നെ,
നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചോളാം. അതാ നിനക്ക് നല്ലത്. ഇവിടെ കിടന്ന് നീ ബഹളം ഉണ്ടാക്കിയാ നിന്നെ ഞാൻ ഈ ഓട്ടോയിൽ നിന്ന് തള്ളിയിടും എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഗംഗയ്ക്ക് ആകെ ടെൻഷനായി. ദൈവമേ, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും? ഗംഗ അല്പം നേരത്തേക്ക് ആലോചിച്ചതിന് ശേഷം ഗൗരിയുടെ ആത്മാവിനെ വിളിക്കുന്നു. ഗൗരി ചേച്ചി, ഞാൻ ആകെ പ്രശ്നത്തിലാണ്, ഞാൻ അപകടത്തിലാണ്, ഗൗരി ചേച്ചി എന്നെ വന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഗംഗ ഗൗരിയുടെ ആത്മാവിനെ വിളിക്കുന്നു. എന്നാൽ ഇതേ സമയം ഗൗരിയുടെ ആത്മാവ് പോലും ഗംഗയ്ക്ക് രക്ഷയായി എത്താൻ പാടില്ല എന്ന ദുരുദ്ദേശത്തോടെ ശ്രേയ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവമ്മയുടെ ശിഷ്യ ഗൗരിയെ തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള പൂജാവിധികൾ കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നു. അപ്പോഴേക്കും ഗംഗ ഇനി താൻ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ആശങ്കയിൽ ടെൻഷനോടെ ആ ഓട്ടോയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർ അങ്ങനെ വണ്ടി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്രയും നേരം അവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന രാഹുലിന്റെ വണ്ടി കാണാത്തതിൽ ഓട്ടോ ഡ്രൈവറും സംശയത്തിലാവുന്നു.